അപ്പോൾ ഗൈസ് നമുക്ക് ബീച്ചിലേക്ക് പോകാൻ എൻ്റെ കൂടെ എൻ്റെ കസിൻ അബയും കൂടി ഉണ്ട്. അവളാണ് എന്നെ ഇന്ന് വീഡിയോ എടുക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മിഥുൻസ് കിച്ചൺ. അപ്പോൾ നമ്മളുടെ ചാനൽ 150 സബ്സ്ക്രൈബേഴ്സിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരും സ്നേഹവും സപ്പോർട്ടും കാരണമാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് 150 സബ്സ്ക്രൈബേഴ്സിൻ്റെ മുകളിൽ എത്താൻ സാധിച്ചത്. തുടർന്ന് നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും താഴത്തെ ചുവന്ന ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വേനൽക്കാലം തുടങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ചൂടാണിപ്പോൾ. അപ്പോൾ നമ്മളുടെ ശരീരവും മനസ്സും തണുപ്പിക്കാൻ വേണ്ടി നമുക്കൊരു സൂപ്പർ മോക്ടെയിൽ ഉണ്ടാക്കാം. നോൺ ആൽക്കഹോളിക് പാനീയങ്ങളുടെ ഒരു മിശ്രിതമാണ് മോക്ടെയിൽ. അപ്പോൾ നമ്മളതിൽ മദ്യം ഒഴിച്ചാൽ അത് കോക്ടെയിലായി മാറും. അപ്പോൾ നമുക്കിന്നൊരു മോക്ടെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. എൻ്റെ ഈ മോക്ടെയിലിൻ്റെ പേര് സൺസെറ്റ് ലവർ എന്നാണ്. അപ്പോൾ നമുക്ക് സൺസെറ്റ് ലവർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ സൺസെറ്റ് ലവർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് അടുപ്പിൽ വെള്ളം വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 1 ഗ്ലാസ്സാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലേക്ക് അതിൻ്റെ ഒരു 1/4 ഗ്ലാസ് വെള്ളം വെക്കാം. അതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ ചായപ്പൊടി ഇടാം. അതായത് നമുക്കൊരു നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കണം. സ്ട്രോങ് അല്ല, ഡബിൾ സ്ട്രോങ് ചായ ഉണ്ടാക്കണം. ഇതിലേക്ക് ഇത് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 കഷ്ണം പട്ട, കറാമ്പൂ, ഏലക്ക എന്നിവ ഇടാം. എന്നിട്ട് ഇത് നന്നായി തിളപ്പിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് സിമ്മിലിട്ട് വേണം തിളപ്പിക്കാൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മളെ പട്ട, കറാമ്പൂ, ഏലക്ക എന്നിവൻ്റെ എല്ലാം നല്ല മണം വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ശരീരം തണുപ്പിക്കാനൊക്കെ വളരെ നല്ല സാധനങ്ങളാണ് ഈ പട്ട, കറാമ്പൂ സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മളുടെ മിശ്രിതം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. നമ്മളെ സൺസെറ്റ് ലവറിൻ്റെ ഷുഗർ സിറപ്പ് നമുക്ക് ഉണ്ടാക്കാം. അതിന് ആദ്യമായിട്ട് നമ്മളിപ്പോൾ 1 ഗ്ലാസ് ആണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതേ അളവിൽ നമുക്ക് വെള്ളം ചൂടാകാം. അതിലേക്ക് നമുക്ക് നമ്മളുടെ ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽത്തി ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേൻ ചേർക്കാം. ഞാനിപ്പോൾ പഞ്ചസാര കൊണ്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ചധികം പഞ്ചസാര ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് ഇടാം. നമുക്ക് 2 നാരങ്ങേൻ്റെ ഇല കൂടെ ചേർക്കാം. നല്ല നാരങ്ങേൻ്റെ നല്ല ഫ്രഷ് മണം വരുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര എല്ലാം നല്ലതായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അടിക്കൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ നോക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. നമ്മളിന്ന് സൺസെറ്റ് ലവർ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് ബീച്ചിലേക്ക് പോയാലോ. അവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ബാക്കി ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ബീച്ചിലേക്ക് പോകാൻ എൻ്റെ കൂടെ എൻ്റെ കസിൻ അബയും കൂടി ഉണ്ട്. അവളാണ് എന്നെ ഇന്ന് വീഡിയോ എടുക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ബീച്ചിലെത്തിയിട്ടുണ്ട്. സൺസെറ്റ് തുടങ്ങിയിട്ടില്ല.
ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മളെ സൺസെറ്റ് ലവർ എന്ന മോക്ടെയിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളെ മോക്ടെയിലാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് നമ്മളിങ്ങനത്തെ ഒരു ഗ്ലാസ്സിൽ നമുക്ക് നിറച്ചും ഐസ് ക്യൂബ്സ് എടുക്കാം. ഇതൊന്ന് കറക്കിയെടുക്കുക. ഇങ്ങനെ നമ്മളെ ഗ്ലാസ് ഫുള്ള് നന്നായിട്ട് തണുക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ഞാനൊരു ബോട്ടിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഒരു 3/4 ഭാഗം ഒഴിക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മളുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച മിശ്രിതം പതിയെ മെല്ലെ ഒഴിക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പയോട് എങ്ങനെയാണ് നമ്മളുടെ സൺസെറ്റ് ലവർ എങ്ങനെയാണ് ഉണ്ടെന്ന് നോക്കാം. കൊള്ളാം, അടിപൊളി. അപ്പോൾ നമ്മളുടെ വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത്? ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന മോക്ടെയിലാണ്. എന്തായാലും എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മളുടെ സൺസെറ്റ് ലവർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ വീട്ടിൽ പോയി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.